നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് രാംകുമാർ സാറിലേക്കാണ് പോകുന്നത്. രാംകുമാർ സാർ, കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സമാനതകളില്ലാത്ത നടപടികളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ രാജ്യത്തെ യുവാക്കളോട് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ എടുത്ത നടപടികൾ, ഇനിയൊരു ചോദ്യപേപ്പർ ചോർച്ച ഈ രാജ്യത്ത് ഉണ്ടാകാത്ത വിധത്തിലുള്ള ഫ്രെയിം വർക്കിലേക്ക് രാജ്യം നീങ്ങുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പുവരുത്തുന്ന വിധത്തിൽ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടുപുറകെ സോനം വാങ്ചുക്ക് സമരനായകൻ ആ സമരം അവസാനിപ്പിച്ചു. പിന്നീട് കേന്ദ്ര സർക്കാർ രണ്ടാം ഘട്ട ചർച്ച CJP പ്രതിനിധികളുമായി നടത്തി. അതിനു മുൻപ് തന്നെ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ട് ഈ കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന വിധത്തിലുള്ള നിയമനിർമ്മാണത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. എന്നിട്ടും ഇവരുടെ പ്രശ്നം തീർന്നില്ല. എങ്കിൽ ഇവർ ലക്ഷ്യമിട്ടത് നീറ്റ് തന്നെയാണോ എന്നുള്ള വലിയ സംശയം ബലപ്പെടുകയാണ് ഈ ഘട്ടത്തിൽ. അങ്ങയുടെ പ്രതികരണം. ഒരു ജനാധിപത്യ സർക്കാർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിലെടുത്തു. ആദ്യം സമരം എന്ന് പറഞ്ഞ് ഒരു ചെറിയ ആൾക്കൂട്ടം ജന്തർ മന്ദറിൽ കൂടിയപ്പോൾ ആരും പ്രതികരിക്കാൻ പോലും തയ്യാറുണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കി ജമ്മു കാശ്മീരിൽ നിന്നും ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരെ ആളുകളെ ഭീമമായ സംഖ്യകൾ ചെലവാക്കി എത്തിച്ച്, അവരാരും വിദ്യാർത്ഥികളല്ല, മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, അവരാണ് അക്രമത്തിന് പ്രേരണ നൽകിയത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ നീറ്റിനെതിരായ പ്രതിഷേധം എന്ന പേരിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് പല സമരങ്ങളിലും പരാജിതരായ ആളുകൾ പുനഃസംഘടിപ്പിക്കാനും ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായി സർക്കാരിനെതിരായി ജനങ്ങളെ ഇളക്കാനുള്ള ശ്രമമാണ്. അത് വ്യക്തമായത് രാഹുൽ ഗാന്ധി മറ്റ് കക്ഷികളോട് ആലോചിക്കാതെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ നടത്തിയ സമരത്തിൽ നിന്നാണ്. അതിനെക്കുറിച്ച് ഇന്ത്യ മുന്നണി, അതായത് ഇന്ദിരാ നെഹ്റു ഡൈനാസ്റ്റി ഇൻട്രസ്റ്റ് അലയൻസ് എന്ന് ഞാൻ വിളിക്കുന്ന ഇന്ത്യ മുന്നണിയെ പാർട്ടികൾക്ക് വരെ പ്രതിഷേധമുണ്ട്. കാരണം ഇത് രാഷ്ട്രീയ ലക്ഷ്യമാക്കി മാറ്റി നഷ്ടപ്പെട്ടു പോയ, കാൽക്കീഴിൽ നിന്ന് വീണുപോയ മണൽ വീണ്ടെടുക്കാൻ ശ്രമിക്കാമെന്നുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇതിൽ വിദ്യാർത്ഥികളുടെയോ നീറ്റിൻ്റെ പ്രശ്നം വഴിമാറി കൊടുത്തു കഴിഞ്ഞു. ഇപ്പം നടക്കുന്നത് നഗ്നമായ അരാജകത്വമാണ്, രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള സമരമാണ്. ഒരു കാര്യം പറയട്ടെ, ഈ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധമുണ്ട്, ചെറുപ്പക്കാർക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ ചൈനീസ് എംബസിയിലെ വലിയൊരു ഉദ്യോഗസ്ഥൻ MA ബേബിയോടൊപ്പം അവരുമായി വേദി പങ്കിടുന്നത് എന്തിനാണ്? അമേരിക്കയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ഫൗണ്ടേഷനുകൾ ഈ കാര്യത്തിൽ സംഭാവന കൊടുക്കുന്നത് എന്തിനാണ്? സ്ഥിരം ഡൽഹിയിൽ ഏത് കലാപമുണ്ടായാലും പങ്കെടുക്കുന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിഭാഗക്കാർ അവിടെ പങ്കെടുക്കുന്നത് എന്തിനാണ്? സമരത്തിൻ്റെ നേതാവ് തന്നെ പറഞ്ഞു, പോലീസിനെതിരെ അക്രമമുണ്ടായി, പക്ഷെ അത് ഞങ്ങളല്ല, പുറത്തു നിന്ന് വന്നവരാണ്. ആരാണ് പുറത്തുനിന്ന് വന്നവർ? പുറത്തു നിന്ന് വന്നവർ ഈ രാജ്യത്തെ സമ്പന്ന വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് സമരത്തിനിടയിൽ ബർഗർ തിന്നുന്നത്. ബർഗർ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് സാധാരണ രീതിയിൽ പ്രാപ്യമായ ഭക്ഷണ വിഭവമല്ല, ഒരു വിഭാഗം പൊങ്ങച്ചക്കാരുടെ ഭക്ഷണമാണത്. അപ്പോൾ ആ വിഭാഗമാണ് ഈ സമരത്തിലെന്ന് വ്യക്തമാക്കുന്നത്. ആ വ്യക്തിയെ പുറത്താക്കിയെന്ന് വാർത്ത കണ്ടു, പക്ഷെ അതുകൊണ്ടായില്ലല്ലോ. ആ കാഴ്ച നമുക്ക് രാജ്യത്തിന് മുഴുവൻ കാണിച്ചു തന്നത് ഇത് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിനുള്ള സമരമല്ല, മറിച്ച് ഏതോ വിദേശ ശക്തികളിൽ നിന്ന് പ്രചോദനം കിട്ടി രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും സർക്കാരിനെതിരായി ജനങ്ങളെ തിരിക്കാനുള്ള ഇതിനു മുമ്പുള്ള പരിശ്രമങ്ങൾ പരാജയപ്പെട്ടതിൻ്റെ നിരാശയിൽ നിന്നെടുത്തൊരു സമരമാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് പരിതസ്ഥിതി പ്രവർത്തകനും സാധാരണ രീതിയിൽ സമാധാനപ്രേമ വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിച്ചത്. അദ്ദേഹം
മന്ത്രിമാരോട് ചർച്ച ചെയ്തതാണ്. അന്നാ ഹസാരെ ഒരക്ഷരം പോലും ഇതിനെ അനുകൂലിച്ച് പറഞ്ഞിട്ടില്ല. അനുകൂലിച്ച് പറഞ്ഞത് ആരാണ്? ഭൂട്ടാനിൽ നിന്ന് കാറ് കള്ളക്കടത്ത് നടത്തുന്ന സിനിമാ താരങ്ങൾ, അല്ലെങ്കിൽ അതേപോലെ ചോദ്യാർഹമായ പശ്ചാത്തലമുള്ള വ്യക്തികൾ. ഇവരൊക്കെയാണ് സമരത്തിന് പിന്തുണ. ക്ഷമിക്കണം, സർ പറഞ്ഞോളൂ, സർ പറഞ്ഞോളൂ. അപ്പോൾ ഈ സമരത്തിന് പിന്തുണ നടക്കുന്നവരുടെ പട്ടിക പരിശോധിച്ചാൽ അറിയാം, ഇവരൊക്കെ എല്ലാ കാലത്തും ഈ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ആളുകളാണ്. ആ പട്ടിക ഒന്ന് പരിശോധിച്ച് നോക്കൂ. അവരുടെ പേരും മറ്റേ പ്രശസ്തിയും സമരക്കാർ ഉപയോഗിക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രേരിതമായി ചില പ്രസ്താവനകൾ കൊടുക്കുകയാണ്. ഇവരാരും കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഡൽഹി നിവാസികൾക്ക് മനസ്സിലായി. കാരണം അവരുടെ യാത്രാ സൗകര്യം തടഞ്ഞു. മെട്രോ സ്റ്റേഷനുകൾ സുപ്രീം കോടതിക്ക് അടുത്തുള്ള വരെ പൂട്ടി പ്രവർത്തനരഹിതമാക്കി. ഡൽഹി നഗരത്തിൻ്റെ ഗതാഗതം പ്രതികൂലമായി ബാധിക്കപ്പെട്ടു. സാധാരണക്കാരന് യാത്രാ സൗകര്യം ബാധിക്കപ്പെട്ടു. ഇതൊക്കെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കാനുള്ള വിഡ്ഢികളാണ് ഈ രാജ്യത്ത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ പേരും പറഞ്ഞ് ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഭാരവാഹി പറഞ്ഞിരിക്കുന്നു, അക്രമം ചെയ്തതൊന്നും വിദ്യാർത്ഥികളല്ല. ഒരു രാജ്യത്തെ ഏറ്റവും പ്രമുഖ മാധ്യമ മീഡിയ ഇന്ന് പറഞ്ഞിരിക്കുന്നു, വിദ്യാർത്ഥികൾ പിൻവാങ്ങി, മറ്റുള്ളവർ സമരം ഏറ്റെടുത്തു. അപ്പോൾ വ്യക്തമാണ്, വിദ്യാർത്ഥികളുടെ പേരും പറഞ്ഞ് നീറ്റ് പരീക്ഷയിലുണ്ടായ നിർഭാഗ്യകരമായ സംഭവങ്ങൾ മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും ശ്രമിക്കുന്ന ആളുകളുടെ കയ്യിൽ ഈ സംഘടന പന്താടുകയാണ്. ഞാൻ അവരെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് ചൈനീസ് ജനതാ പാർട്ടി എന്നാണ്, അല്ലെങ്കിൽ കോക്രോച്ച് ജമാഅത്ത് പാർട്ടി എന്ന് വിളിക്കുന്നതും ഒരു പക്ഷേ ശരിയായിരിക്കും. കാരണം ഈ രണ്ട് കൂട്ടർക്കും ഈ സമരവുമായി ബന്ധമുണ്ട് എന്ന് വ്യക്തമായ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് കിട്ടിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ വിദേശ ശക്തികളുടെ കയ്യിൽ പന്താടാൻ നിന്ന് കൊടുക്കുകയാണ് നിർഭാഗ്യവശാൽ വഴിതെറ്റിക്കപ്പെട്ട രാജ്യത്തെ ചില യുവാക്കൾ. അതിൽ വിദ്യാർത്ഥികൾ ആദ്യം പെട്ടു. അവർക്ക് മനസ്സിലായി. വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥത്തിൽ ഒരു പരിഭവമുണ്ട്, പരിഹരിക്കേണ്ട വിഷയമാണ്. അതിനെപ്പറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും അത് അർഹിക്കുന്ന ഗൗരവത്തോടെ കണ്ട് മന്ത്രിസഭാ യോഗം കൂടി ഉടനെ തന്നെ തീരുമാനിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ പേപ്പർ ചോർച്ച ആദ്യമായിട്ടാണോ? അല്ലല്ലോ. നമ്മുടെ രാജ്യത്ത് വർഷങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷന് 00+1 എന്ന് മാധ്യമ വാർത്ത ചെയ്ത മെഡിക്കൽ കോളേജ് അഡ്മിഷൻ്റെ